നന്ദിനി, താൻ അവിടെ പോയിരുന്നതാ? അത് ഞാൻ അടുക്കളയിൽ ഒരു കോഫി കുടിക്കാൻ വേണ്ടി പോയതാ. തന്നോട് ഞാൻ പറഞ്ഞല്ലോ നേരം വെളുത്താ താൻ മുറി തന്നെ ഇരുന്നാ മതി. എന്നിട്ട് പിന്നെ എന്തിനാ പോയത്? അത് ഇന്ന് ഞാൻ കുറെ നേരത്തെ എഴുന്നേറ്റു സാർ. അപ്പൊ പിന്നെ എന്താ ചെയ്യാന്നറിയാതെ അടുക്കളയിലാവുമ്പോ കോഫി ചൂടോടെ കുടിക്കാമല്ലോ. തനിക്ക് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്ത് കള്ളത്തരം? ഒന്നുമില്ല സാർ. ഇതെന്താ താൻ ഇങ്ങോട്ട് തിരിയാത്തത്? എന്താ സാർ? ഇവിടെ എങ്ങനെ തിരിയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്താ തന്റെ പ്രശ്നം? ഒരു പ്രശ്നമില്ല സാർ, ശരിക്കും ഒരു പ്രശ്നമില്ല. അതെ, എന്നെ കൂടെ നേരെ നിൽക്ക്. അതെന്തിനാ സാർ? നേരെ നിൽക്കാനല്ലേ പറഞ്ഞത്. ഇതെന്ത് നിപ്പാടോ? താനെന്താ വല്ല തുണിക്കടയിലും പരസ്യത്തിന് പോകുന്നുണ്ടോ? ഇല്ല സർ, ഞാൻ നാണായിട്ട്. എന്നെ കാണാൻ തനിക്കെന്താ അത്ര നാണം? താനിപ്പോഴല്ലേ ഈ മുറിയിൽ നിന്ന് എഴുന്നേറ്റ് പോയത്? അതെ, എന്നാലും എന്റെ ഒരു നാണം പോലെ. എനിക്ക് സാറിനെ നോക്കാനേ വയ്യ. ആ, അത് കൊള്ളാലോ. തനിക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനൊരു സംഭവം ഉണ്ടാവില്ലല്ലോ. എടോ, സത്യം പറ, എന്താ സംഭവം? സാർ കോഫി. രാജോട്ടാ, ഇയാൾക്കെന്ത് പറ്റി? ഇയാളെന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? അത് പിന്നെ സാറേ. നന്ദിനി, താനിങ്ങോട്ട് വന്നേ. വരാനല്ലേ പറഞ്ഞത്? അതെന്തിനാ സാർ? ആദ്യം താൻ ആ സാരിത്തിലപ്പം താഴെ ഇട്ടെ. ഇടോ, തന്നെ ഞാനൊന്ന് കാണട്ടോ. വേണ്ട സാർ. താഴെ ഇടാനല്ലേ പറഞ്ഞേ? ഇതെന്താ ഇതെന്താ തന്റെ ദേഹത്ത്? അതോ, ഇതോ, അത് ഞാൻ കാപ്പി കുടിക്കാൻ പോയില്ലേ സാർ അടുക്കളയിലേക്ക്. അപ്പൊ ഞാൻ കാപ്പി കയ്യിലെടുത്തപ്പം ഈ രാജേട്ടൻ ഇവരുടെ നാട്ടിൽ നടന്നൊരു തമാശയെ പറ്റി പറഞ്ഞു. കാപ്പി കയ്യിലിരിക്കുന്ന ആലോചിക്കാതെ ഞാനൊരൊറ്റ ചിരി ചിരിച്ചു. അപ്പൊ കാപ്പി ദേഹത്തും ഡ്രസ്സിലൊക്കെ ആയി. ഇതാ സാർ ശരിക്കും നടന്നത്. രാജോട്ടാ, ഇയാള് പറഞ്ഞത് സത്യമാണോ? തന്നോടാ ഞാൻ ചോദിച്ചത്, ഇയാള് പറഞ്ഞത് സത്യമാണോന്ന്? സത്യമല്ലേ സാറേ. രാജോട്ടാ, എനിക്ക് മറച്ചു പിടിക്കാൻ പറ്റില്ല മോളെ. സാറേ, ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണന പോലും അവരൊന്നും നന്ദിനിമൊക്കെ കൊടുക്കുന്നില്ല സാർ. ഒരു കാര്യമില്ലാതെയാണ് ആ കോഫി എടുത്ത് നന്ദിനിമോളുടെ ദേഹത്ത് വലിച്ചെറിഞ്ഞത്. അതും നല്ല തിളയ്ക്കുന്ന ചൂടുള്ള കോഫി. ആ അമേരിക്കക്കാരിയില്ലേ ഹരിത, ആ കൊച്ചാ ചെയ്തേ. അത് ഹരിത മാഡം അറിയാതെ ഒന്നുമല്ല സാറേ, കരുതിക്കൂട്ടി ചെയ്തതാ. എന്നിട്ട് അവരെല്ലാരും കൂടെ ചേർന്ന് കൂട്ട ചിരി ചിരിക്കുന്നത് ഞാൻ കണ്ടു സാറേ. നന്ദിനി, ഇവരുടെയൊക്കെ മുന്നിൽ പേടിച്ച് ഒതുങ്ങരുന്ന് ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ? എന്നിട്ട് എന്താ തനിക്കത് മനസ്സിലാവാത്തത്? രാജോട്ടാ,